ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് ചൈത്രമാസ ആരംഭമാണ്, അതായത് പ്രഥമ തിഥി, വസന്ത ഋതുവിന്റെ ആരംഭം എന്നും കൂടെ നമുക്ക് പറയാട്ടോ. അവതാരങ്ങളുടെ മാസമാണ് ഈ ചൈത്രമാസം. അതായത് ഇപ്പൊ ശ്രീരാമ അവതാരം നമുക്ക് എല്ലാവർക്കും അറിയാലേ. ശ്രീരാമ നവമി വരുന്നത് നവമി തിഥിയിലാണ്. അതുപോലെ തന്നെ ഹനുമാൻ ജയന്തി വരുന്നത് പൗർണമിക്കാണ്. വസന്ത നവരാത്രി ആരംഭവും ഇന്ന് തന്നെയാണ് കേട്ടോ. ശ്രീ ലളിതാംബിക നവരാത്രി, അതായത് ശ്രീ ലളിതാംബിക ഭാണ്ഡാസുരനെ വധിച്ചത് ഈ ദിനത്തിലാണ്. അപ്പൊ ലോകത്തിന് സമാധാനം നൽകാനായിട്ട്, നന്മ വരാനായിട്ട്, അസുര സ്വഭാവമുള്ളതിനെ തുടച്ചു നീക്കി നന്മയെ കൊണ്ടുവരാനായിട്ട് ദേവി തെരഞ്ഞെടുത്ത ദിനം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സർവ്വദേവതാ സാന്നിധ്യമുള്ള സമയമായതുകൊണ്ട് തന്നെ ഉപാസനകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസം കൂടിയാണ് ഈ ചൈത്രമാസം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ആരംഭിക്കാനും ഒക്കെ ഉത്തമമായിട്ടുള്ള മാസം തന്നെയാണ് ചൈത്രമാസം. ഭഗവത്ഗീത, രാമായണം പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതും ചൈത്രമാസത്തില് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പൊതുവെ നമ്മൾ രാമായണമൊക്കെ വായിക്കാറുള്ളത് രാമായണം മാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസത്തിലാണ്. പക്ഷെ ചൈത്രമാസവും രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഒക്കെ വായിക്കാൻ ഉത്തമമാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, ചൈത്രമാസമാണ് നമ്മുടെ ഒരു വർഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്, മലയാള മാസത്തെ കണക്കാക്കുമ്പോൾ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മദേവനെ ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്. ബ്രഹ്മദേവൻ ഭൂമിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഭൂമിയെ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് ഈ ഒരു ദിവസത്തിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തെ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പൊ ഈ പുതുവർഷത്തിന്റെ വരവ് ഒന്ന് ആഘോഷിക്കാനായിട്ട് ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ പല പേരിലാണ് ഫെസ്റ്റിവൽസ് നടത്താറുള്ളത്. അപ്പോൾ ഈ ചൈത്രമാസത്തിലെ ഓരോ ദിവസവും ഓരോ ദേവതകൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ടതാണ്. ആദ്യ ദിവസം തന്നെ നമ്മൾ ബ്രഹ്മദേവനെയാണ് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴോ ശിവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദേവി ഗൗരിയോടൊപ്പമാണ് ശിവനെ ആരാധിക്കേണ്ടത്. നാലാമത്തെ ദിവസം ആകുമ്പോൾ ഗണേശനെയാണ് ആരാധിക്കുക. അതുപോലെ അഞ്ചാമത്തെ ദിവസം നാഗദേവതകളെയാണ് ആരാധിക്കുക. ആറാമത്തെ ദിവസം സുബ്രഹ്മണ്യനെ ആരാധിക്കും. ഏഴാമത്തെ ദിവസം സൂര്യഭഗവാനെ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ദേവതകളെയാണ് ആരാധിക്കേണ്ടത് കേട്ടോ. 15ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഡിവോട്ടീസ് എല്ലാവരും കൂടിയിട്ട് എല്ലാ ദേവതകളെയും ആരാധിക്കും. ഈ ചൈത്രമാസത്തില് ഓരോ ദിവസങ്ങൾക്കും പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പ്രാധാന്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ, പൂജകളൊക്കെ നമ്മൾ ഓരോ ദിവസവും ചെയ്യാറുണ്ട്. ഇനിയുണ്ടൊരു പ്രത്യേകത കൂടെ. നമ്മുടെ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ആദ്യ അവതാരമായിട്ടുള്ള മത്സ്യാവതാരം എടുത്തതും ഈ മാസത്തിൽ തന്നെയാണ്. ചൈത്രമാസത്തിലെ പൂർണിമയ്ക്ക്, അതായത് പൗർണമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അന്നേ ദിവസം നമ്മളൊക്കെ ആരാധിക്കുന്നത് ഒരു പ്രത്യേക ദൈവത്തെയാണ്. അദ്ദേഹത്തെ അങ്ങനെയൊന്നും ആരും ആരാധിച്ച് കാണാറില്ല. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. ചിത്രഗുപ്തനെയാണ് ഈ ചൈത്രമാസത്തിലെ പൗർണമിയിൽ നമ്മൾ ആരാധിച്ച് പോരാറുള്ളത്. ഈ ചിത്രഗുപ്തനെയൊക്കെ പ്രാർത്ഥിക്കണവരും ആരാധിക്കണവരും ഓർക്കണവരൊക്കെ വളരെ കുറവായിരിക്കും. ഈ ചിത്രഗുപ്തൻ ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതായത് നമ്മുടെ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണ യമന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനെ എന്തിനാണ് ഈ മനുഷ്യന്മാരെല്ലാവരും പൂജിക്കണത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങൾക്കൊക്കെ ക്ഷമ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ചൈത്രമാസത്തിലെ പൂർണിമയിൽ ചിത്രഗുപ്തനെ ആരാധിച്ച് പോരുന്നത്. അതുപോലെ തന്നെ ചൈത്ര അമാവാസിക്കും ഉണ്ട് ഭയങ്കര പ്രത്യേകത. ചൈത്ര അമാവാസ്യ വ്രതമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ വ്രതം എടുക്കുന്നതെന്നറിയോ? നമുക്ക് ഭഗവാനിൽ നിന്നും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹം കിട്ടൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ചൈത്രമാസത്തിലെ അമാവാസി വ്രതം അല്ലെങ്കിൽ ചൈത്രമാസ അമാവാസി ആഘോഷിക്കുന്നത്. ഈ മാസം എല്ലാവരും പൂർവികരെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അതുപോലെ പൂർവികരുടെ വീടുകൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും പണ്ട് ചൈത്രം അമാവാസ്യ വ്രതത്തോടനുബന്ധിച്ച് ചെയ്തു പോരാറുള്ള ഒരു കാര്യമാണ്. 4 യുഗങ്ങളിൽ സത്യയുഗം ആരംഭിച്ച ആദ്യ നാള് എന്ന് പറയുന്നത് ഈ ചൈത്രം ഒന്നാണ്. അതുപോലെ ചൈത്ര നവരാത്രി വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. നമ്മൾ ദുർഗാദേവിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകളും ഭഗവതിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഈ ചൈത്ര നവരാത്രി ദിവസങ്ങൾ.
സ്പിരിച്വലി നമ്മൾ വെൽബീയിങ് ആവണത് എപ്പോഴും നമ്മുടെ മൈൻഡ് കാമാക്കാനും നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ കുറെ കൂടി പോസിറ്റീവ് ആവാനും ലൈഫിലുള്ള ദുഃഖങ്ങളെ സാധൂകരിക്കാനും ഒക്കെ മനസ്സിന് ശക്തി തരുന്നത് എപ്പോഴും സ്പിരിച്വാലിറ്റിയിലൂടെയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ കൂടുതലും ഭഗവാനോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ കുറച്ചും കൂടി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മോട്ടോട് കൂടിയിട്ടാണ് പണ്ട് മുതലേയുള്ള ആളുകൾ ഈ ചൈത്ര മാസത്തെ ഇത്രയും പ്രാധാന്യമുള്ള മാസമാക്കി കൺസിഡർ ചെയ്തിരുന്നതും ഭഗവാനെ ഓരോ ദിവസവും ഓരോ ദേവതകളെ പൂജിച്ചു പോന്നിരുന്നതും ഒക്കെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനായിട്ട്, നമ്മുടെ സ്വപ്നങ്ങളെ ഊട്ടി ഉറപ്പിക്കാനായിട്ട്, മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പും വളരെ ധൈര്യത്തോടും അതുപോലെ സന്തോഷത്തോടും ഒക്കെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട്, വരുന്ന ദുഃഖങ്ങളെ സാധൂകരിച്ച് കാണാനായിട്ട് ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിലൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ചൈത്രമാസത്തിന് ഇത്രയധികം പ്രാധാന്യം പണ്ട് മുതലേ ആളുകൾ കൊടുത്തു പോന്നിട്ടുള്ളത്. ഇത്ര നേരം ചൈത്രമാസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞെങ്കിലും ഈ ചൈത്രം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? പുതിയ പ്രകാശമുള്ള വെളിച്ചം എന്നാണ് ഈ ചൈത്രമാസം എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ചൈത്രം എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് പുതിയ പ്രകാശമുള്ള വെളിച്ചം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്നു മുതൽ 7 ദിവസത്തേക്ക് അല്ലെങ്കിൽ 9 ദിവസത്തേക്കൊക്കെ ഭഗവതിയെ പൂജിക്കണത് വളരെ നല്ലതാണ്. ഭഗവതിയുടെ ഫോട്ടോ വെച്ചിട്ട് സന്ധ്യയ്ക്ക് ഭഗവതിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ചൈത്രമാസം ആരംഭിച്ചു. ചൈത്രമാസത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ കേൾക്കാം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.